അങ്ങനെ ആഗ്രഹിച്ച ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ആങ്ങളയുടെ കല്യാണമാണ് ഇന്ന്. എനിക്കന്ന് നിക്കാഹായിരുന്നു, ഇന്നാണ് അപ്പം കല്യാണം. അപ്പോൾ ഞങ്ങൾ ഓരോ റൂമിലും ഓരോരുത്തരിങ്ങനെ റെഡി ആയിക്കൊണ്ട്, അപ്പം മോൻ്റെ ഉടുപ്പ് നോക്കി കുറച്ച് വലുതാണ്. പെട്ടെന്ന് അപ്പുറം പോയി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ട് മോനെ എല്ലാവരെയും റെഡിയാക്കിയിട്ട് ഞങ്ങളവിടെ വരും. അങ്ങനെ മണവാളം നല്ല രീതിക്ക് ഒരുങ്ങി നല്ല സെറ്റപ്പായിട്ട് ചെറുക്കൻ അവിടെ നിൽക്കുകയാണ്. അപ്പം കുടുംബ വീട്ടിൽ നിന്ന് വണ്ടി അവിടെ വിട്ടിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് ആളുകളൊക്കെ ഓഡിറ്റോറിയത്തിൽ പോകും. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകളുണ്ട്, നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വണ്ടിയിൽ പോകും. അങ്ങനെ ഞങ്ങളൊക്കെ വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടി ഇപ്പോൾ വരും. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടന്ന് റോഡിലെത്തി, വണ്ടി വന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ അവരെയൊക്കെ വണ്ടി കയറ്റി നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം ബ്ലോക്കൊക്കെ ആണല്ലോ, ഇപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്ന ബ്ലോക്ക് ആയതുകൊണ്ട് നേരത്തെ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ വെളിയിറങ്ങിയെന്ന്, കാരണം ചെക്കൻ വന്നിട്ട് അവരെ കൂടെ വെച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെക്കൻ വന്ന് തൊട്ടടുത്ത് തന്നെ ഓഡിറ്റോറിയം, ഞങ്ങൾ ഓഡിറ്റോറിയം ഇപ്പോൾ എത്തി. പിന്നെ അവിടുന്ന് ആളുകളൊക്കെ ഇറങ്ങി, ചെക്കനെ ഇറങ്ങി മാലയൊക്കെ ഇട്ട് ആളെയെ സ്വീകരിച്ച് അകത്ത് കയറ്റി. പിന്നെ മോതിരം കൊടുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചടങ്ങുകളൊക്കെ, ആദ്യത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ചെക്കനെ സ്റ്റേജിൽ അളിയൻ കൊണ്ടുവരുത്തി. പിന്നെ നമ്മളെ കുടുംബക്കാരൊക്കെ അല്ലേ, പെണ്ണ് നമ്മളെ കുടുംബക്കാരായതുകൊണ്ട് അവിടെ ഇരിക്കുന്ന മൊത്തം നമ്മളെ കുടുംബക്കാരാണ്. അപ്പം എല്ലായിടത്തും സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കിനും പെണ്ണിനെ കൊണ്ടുവരുന്നു. അപ്പം ബാക്കി എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിനൊപ്പം പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. മ്യൂസിക് ഇടണമെന്നുണ്ട്. അപ്പം സ്റ്റേജിൽ മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മ്യൂസിക് ഇട്ടാൽ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ച് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ പെണ്ണിനെ സ്റ്റേജിൽ അകത്ത് കൊണ്ടുപോവുക ചെറുക്കൻ്റെ അടുത്തോട്ട്. സത്യം എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. അവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കല്യാണ ഡ്രസ്സിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം, കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ എന്തുവാ, നമ്മളെ ചടങ്ങിലോട്ടിനി പോവാണ്. താലി കെട്ടണം. നിക്കാഹ് നേരത്തെ കഴിഞ്ഞാണ്ട് പിന്നെ സമയമൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ താലി കെട്ട ആളിയൻ താലി എടുത്ത് ചെറുക്കൻ്റെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ ചെറുക്കൻ അത് അടിച്ചിട്ട് പെണ്ണിന് ഇട്ട് കൊടുക്കണം. അപ്പം നാത്തും പിടിച്ച് കറക്റ്റിന് ഇട്ട് കൊടുക്കും. അതാണ്, അങ്ങനെ തന്നെയാണല്ലോ എല്ലായിടത്തും. അപ്പം ആ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞതാണ്. ചിലപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു പെങ്ങളെ കടമ. അപ്പം എനിക്കൊരു ആങ്ങളല്ലേ ഉള്ളൂ, അപ്പോൾ അതൊക്കെ ആയിരിക്കും. പിന്നെ ചടങ്ങുകളൊക്കെ തന്നെ, പാല് കൊടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ഗോൾഡും. പിന്നെ അതിന് ശേഷം പിന്നെ അവർക്കറിയാമല്ലോ, ഇനി കല്യാണം കഴിച്ച എല്ലാവർക്കും അറിയാം എന്തുവാ, കുറേ ഫോട്ടോ എടുക്കണം. ഇനി ഫോട്ടോസാണ്, പിന്നെ കുടുംബക്കാരുമായിട്ട് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ചെറുക്കനും പെണ്ണും ഒരുപാട് നിന്ന് വിയർക്കും. പിന്നെ എന്തുവാ, വീഡിയോ കാണുന്ന പോലെ തന്നെ ഫോട്ടോസ് എടുക്കൽ. പിന്നെ ഓരോരുത്തരും പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ നമ്മൾ പോയില്ല, നമ്മൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ കൂടെ അല്ലേ പോയിരിക്കുന്നത്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാവും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇളയ നാത്തൂൻ, എന്ന് വെച്ചാൽ പെണ്ണിൻ്റെ അനിയത്തി. ഇതാണ് ആൾ, നല്ല വൈബാണ്. പിന്നെ അവിടെ ലാസ്റ്റ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നതിലോട്ട് പോയിരിക്കുകയാണ്. ഏകദേശം 2:30 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചപ്പം പെണ്ണിൻ്റെ കൂടെ ചെറുക്കൻ്റെ കൂടെ അല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഏറ്റവും വലിയ വിഷമമാണ് ഈ കാര്യം. പെണ്ണിറങ്ങുമ്പോഴത്തേക്കിനും എല്ലാവരും ഉള്ള സങ്കടം കാണുമെന്ന് പറയുമ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടില്ലേ മോളെ വളർത്തുന്നത്, അതിനെ ആർക്കും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അപ്പം ഉമ്മക്ക് നല്ല കരച്ചിലായിരുന്നു. ഈ പിടിച്ചിരിക്കുന്ന എല്ലാവരും, പിന്നെ ഈ പീഡിയെ കാണുന്ന കണക്കല്ല, ഈ പിടിച്ച് നിൽക്കുന്ന എല്ലാവരും പുറത്തോട്ടിറങ്ങിയപ്പോൾ നല്ലോണം കരഞ്ഞ്. മക്കളെ ഇനി എത്ര കുടുംബത്തിൽ കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞാലും എല്ലാ അമ്മമാർക്കും അപ്പന്മാർക്കും വിഷമം തന്നെയല്ലോ. മക്കളെ അങ്ങോട്ട് അയക്കുമ്പോൾ കൂടെ നിന്ന് അത്രയും ഇതായല്ലോ. പിന്നെന്തോ അവർ പുറപ്പെട്ട് യാത്രയ്ക്ക് ശേഷം നമ്മളെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഹെവി ഡ്രസ്സായതുകൊണ്ട് ചെക്കനാണ് ഇറക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് വിളിച്ച് കയറ്റുന്ന ഒരിത്, ഉമ്മ കൈ പിടിച്ച് അകത്തോട്ട് കയറ്റണം. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ.